ഗുഡ് മോർണിംഗ് ടു ഓൾ. എഡ്ജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസിൻ്റെ വാല്യൂ എഡ്യൂക്കേഷൻ്റെ ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ബ്ലോക്ക് 5 യൂണിറ്റ് 1 ആണ്. യൂണിറ്റ് 1ൻ്റെ ടൈറ്റിൽ വാല്യൂ ഡെവലപ്മെൻറ്റ് ത്രൂ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഫാമിലി ആൻഡ് നൈബർഹുഡ്. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞു വാല്യൂ എഡ്യൂക്കേഷൻ്റെ ഒരു എയിം എന്താണ്. നമ്മൾ ഓൾറെഡി അത് ഡിസ്കസ് ചെയ്തതായിരുന്നു. എന്തായിരുന്നു എയിം? വാല്യൂ ഡെവലപ്മെൻ്റ് ആണ്. ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വേണ്ട വാല്യൂസിനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് വാല്യൂ എഡ്യൂക്കേഷൻ്റെ പ്രധാനമായ എയിം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ദെൻ നമ്മൾ ഒപ്പം പറഞ്ഞിരുന്നു ഇത് നമ്മൾ സ്കൂളിലൂടെ മാത്രം പഠിപ്പിച്ചാൽ കിട്ടുന്ന ഒന്നല്ല എന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. അല്ലാതെ പിന്നെ എങ്ങനെയൊക്കെയാണ് കിട്ടുക? ഡെഫിനറ്റ്ലി വി ഓൾറെഡി ഡിസ്കസ്ഡ് അബൌട്ട് സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. സോ ആ ഒരു വേയിൽ നോക്കുമ്പോൾ മേജർ ഏജൻസ് ഏതൊക്കെയാണ്, സോഷ്യലൈസേഷൻ്റെ മേജർ ഏജൻസ് ഏതൊക്കെയായിട്ടാണ് നമ്മൾ പഠിച്ചത്? ഫാമിലി ഒരു ഭാഗമാണ്, നെയ്ബർഹുഡ് ഒരു ഭാഗമാണെന്ന് നമ്മൾ അപ്പോഴേ പഠിച്ചതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വാല്യൂ ഡെവലപ്മെൻറ്റ് ഫാമിലിയിലൂടെയും അതുപോലെ നെയ്ബർഹുഡിലൂടെയും എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നതാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ നോക്കുന്നത്. ഓക്കെ, ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ നമ്മൾ ക്ലാസ് തുടങ്ങുന്ന ഫസ്റ്റ് ഡേ തന്നെ പറഞ്ഞിരുന്നു എന്താണ്, നോട്ട്സ് എഴുതിയെടുക്കണം, ഒരു പെന്നും പേപ്പറും അടുത്ത് വെക്കണം, അല്ലെങ്കിൽ ഒരു നോട്ട്ബുക്ക് എടുത്ത് എഴുതാൻ തുടങ്ങണമെന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഞാൻ ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. സോ ജസ്റ്റ് ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക് ഓൾസോ. ടെക്സ്റ്റ് ബുക്കും ഒന്ന് കയ്യിൽ പിടിക്കാം. ഓക്കെ, ആഫ്റ്റർ ഒബ്സർവിംഗ് ദ മോറൽ decay in just about every area of lives, our society has to be turned back to the traditional values that guided this nation to greatness. So ഇവിടെ എന്താ പറയുന്നത്? വളരെ റീസെൻ്റ് ആയിട്ടുള്ള മോറൽ ഡീക്കേ എന്ന് പറഞ്ഞാൽ ആ ഒരു മൂല്യം നമ്മുടെ ജനങ്ങൾക്കിടയിൽ ഓരോന്ന് നോക്കുമ്പോഴും അതിൻ്റെ ആ മൂല്യമില്ലായ്മ, നമ്മുടെ രാജ്യത്തിനെ ഗ്രേറ്റ്നെസ്സിലേക്ക് എത്തിച്ച ആ ഒരു പല വാല്യൂസിൻ്റെയും മൂല്യമില്ലായ്മയെ നമ്മൾ നോക്കിക്കാണുമ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാവുന്നത്? നമ്മുടെ സമൂഹം നമ്മുടെ വാല്യൂസിനെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ലെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇൻ ഓർഡർ ടു പാസ് ദീസ് വാല്യൂസ് ഓൺ ടു ചിൽഡ്രൻ, 3 components ആർ എസെൻഷ്യൽ. അപ്പോൾ ഈ വാല്യൂസ് നമ്മുടെ രാജ്യത്തിന്, നമ്മുടെ ലോകത്തിന്, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സൊസൈറ്റിയെ ഗ്രേറ്റ്നെസ്സിലേക്ക് എത്തിച്ചിരുന്ന ഈ ട്രഡീഷണൽ വാല്യൂസ് കുട്ടികളിലേക്ക് എത്തിക്കാൻ നമ്മൾ 3 കാര്യങ്ങൾ ഫോളോ ചെയ്യണമെന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, കെയറിങ് അഡൾട്ട്സ്. അഡൾട്ടിനെ എന്ന് വെച്ചാൽ നല്ല അഡൾട്ട്സ് കെയർ ചെയ്തുകൊണ്ട്, എന്നുവെച്ചാൽ ഇപ്പം നമ്മൾ ഫാമിലിയിലാണെങ്കിൽ പാരൻസ് ഉണ്ടാവും, അങ്ങനെയുള്ളൊരു കെയറിങ് അവർക്ക് കൊടുക്കണം. ദെൻ ഏജ് അപ്രോപ്രിയേറ്റ് ആൻഡ് പർപ്പസ്ഫുൾ ആക്ടിവിറ്റീസ്. ഓരോ പ്രായത്തിനനുസരിച്ചിട്ടുള്ള ആക്ടിവിറ്റീസ്, പർപ്പസ്ഫുള്ളായ ആക്ടിവിറ്റീസ് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കണം. ദെൻ മീനിങ് ഫുൾ റോൾസ് ഇൻ ദ കമ്മ്യൂണിറ്റി, നെയ്ബർഹുഡിൽ അതുപോലെ കമ്മ്യൂണിറ്റിയിൽ ഒരു മീനിങ് ഫുൾ റോള് ഈ കുട്ടികൾക്കുണ്ടെന്ന് അവരെ മനസ്സിലാക്കിപ്പിക്കണം. സോ ഇങ്ങനെയുള്ള 3 കാര്യങ്ങൾ ചെയ്താൽ മാത്രമാണ് എന്തുണ്ടാവുന്നത്, ഈ ട്രഡീഷണൽ വാല്യൂസ് കുട്ടികളിലേക്ക് എത്തുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി നമുക്ക് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പോവാം. ഫസ്റ്റ് ടോപ്പിക് എന്താണ്? ഇമ്പോർട്ടൻസ് ഓഫ് വാല്യൂ എഡ്യൂക്കേഷൻ. വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് വാല്യൂ എഡ്യൂക്കേഷൻ എന്നുള്ളതാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ചാപ്റ്റർ തൊട്ട് പറഞ്ഞു വരുന്ന കാര്യമാണ് ഈ വാല്യൂ എഡ്യൂക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടെന്ന്, അല്ലേ? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. പക്ഷെ എന്നാൽ പോലും ഒരു ബ്രീഫ് സമ്മറി ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് പറഞ്ഞ് നമുക്ക് മേജർ പോയിന്റ്സിലേക്ക് കടക്കാം. Good education is inconceivable if it fails to inculcate value essential to good life and social well-being. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഒരു നല്ല എഡ്യൂക്കേഷൻ ഫെയിലിയർ ആവുന്നത് എപ്പോഴാണ്? നല്ല രീതിയിലുള്ള വാല്യൂസ് എന്നുവെച്ചാൽ സൊസൈറ്റിയിൽ ഒരു നല്ല മനുഷ്യനായി മാറാൻ ഉള്ള നല്ല വാല്യൂസ് കൊടുക്കാതിരിക്കുമ്പോഴാണ് എന്താണ് ഒരു എഡ്യൂക്കേഷൻ നല്ലതല്ലാതെയായി മാറുന്നത്. ഗ്രേറ്റ് തിങ്കേഴ്സ് in every period of recorded history of mankind have devoted much attention to understanding the significance of character and values in life and the roles of various agencies of education in promoting these values in young people. എല്ലാ കാലഘട്ടത്തിലുമുള്ള ഗ്രേറ്റ് തിങ്കേഴ്സ് ഇതൊരു പ്രധാന കാര്യമായി ചിന്തിച്ചിരുന്നു. എന്താണ് ആ പ്രധാന കാര്യം? ഏതൊക്കെ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിലൂടെ ഈ എഡ്യൂക്കേഷൻ ജനങ്ങളിലേക്ക് കൊടുക്കാം, അതുപോലെ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്, ഈ ഒരു വാല്യൂ എഡ്യൂക്കേഷൻ കുട്ടികളിലേക്ക് എത്തിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എല്ലാ കാലഘട്ടത്തിലെയും ഗ്രേറ്റസ്റ്റ് തിങ്കേഴ്സ് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. വാല്യൂസ് ആർ ദ സ്റ്റാൻഡേർഡ്സ് ദാറ്റ് ഗ്രൂപ്പ് മെമ്പേഴ്സ് ഷെയർ.
by which they whether an action or even an object as good, right and lawful. അപ്പോൾ വാല്യൂസ് എന്താണ്? ഒരു ഗ്രൂപ്പിലെ ഗ്രൂപ്പ് മെമ്പേഴ്സ് ഷെയർ ചെയ്യുന്ന ഒന്നാണ്. ഇപ്പം നമ്മളൊരു സൊസൈറ്റി എടുക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലേ? അതിനുള്ളിൽ നമ്മൾ ഷെയർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് വാല്യൂസ് എന്ന് നമുക്ക് ഓൾറെഡി അറിയാം. എന്തൊക്കെയാണ് ഈ വാല്യൂസ്? ലവ്, സിമ്പതി, ഓണസ്റ്റി, ഇങ്ങനെയുള്ള വാല്യൂസിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഈ വാല്യൂസ് എന്താണ് സമൂഹത്തിൽ നല്ലൊരു രീതിയിൽ ജീവിക്കാനും സമൂഹത്തിന് ഒന്നായി കൊണ്ടുപോകാനും ഒക്കെ ഈ വാല്യൂസ് അത്യാവശ്യമാണ്. Value education, as the term is generally used, refers to a wide gamut of learning and activities ranging from training in physical health, mental hygiene, etiquette and manners, appropriate social behavior, civic rights and duties to aesthetic and even religious training. Value education എന്ന് പറഞ്ഞ ഈ ടേം ജനറലി യൂസ് ചെയ്യുന്നത് ഒരു വൈഡ് ഗമൂട്ട് ഓഫ് ലേണിംഗ് ആണ്. എന്ന് വെച്ചാൽ ഒരു വലിയ രീതിയിലുള്ള ലേണിംഗ്, ഒരുപാട് ഏരിയാസിനെ കവർ ചെയ്യുന്ന ഒരു ലേണിംഗ് ആയിട്ടാണ് വാല്യൂ എഡ്യൂക്കേഷൻ പറയുന്നത്, ഈ ഒരു ടേം കൊണ്ട് ഡിഫൈൻ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ എന്തൊക്കെയാണ്? ഫിസിക്കൽ ഹെൽത്ത് തൊട്ട് മെൻ്റൽ ഹൈജീൻ, എറ്റിക്വറ്റ്സ്, മാനേഴ്സ്, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സോഷ്യൽ ബിഹേവിയർ, സിവിക് റൈറ്റ്സ്, ഡ്യൂട്ടീസ്, അതുപോലെ തന്നെ റിലീജിയസ് ട്രെയിനിങ്, ഇതെല്ലാം എന്തിൽ വരുന്നതാണ്? വാല്യൂ എഡ്യൂക്കേഷനിൽ വരുന്ന ഒന്നാണെന്നാണ് പറയുന്നത്. വാല്യൂ എഡ്യൂക്കേഷൻ അക്കോർഡിംഗ് ടു വൺ മോർ വ്യൂ ഈസ് എസെൻഷ്യലി എ മാറ്റർ ഓഫ് എഡ്യൂക്കേറ്റിംഗ് ദ ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ്. നമ്മുടെ ഫീലിങ്സിനെയും ഇമോഷനെയും എഡ്യൂക്കേറ്റ് ചെയ്യുന്ന ഒന്നും കൂടിയാണ് എന്ത്? വാല്യൂ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ട്രെയിനിങ് ഓഫ് ഹാർട്ട് ആൻഡ് കൺസിസ്റ്റ് ഇൻ ഡെവലപ്പിംഗ് ദ റൈറ്റ് ഫീലിങ്സ് ആൻഡ് ഇമോഷൻ. എന്താണ്? നമ്മുടെ ഹാർട്ടിന് വേണ്ടിയിട്ടുള്ളൊരു ട്രെയിനിങ് ആണ്. എന്തിന്? റൈറ്റ് ഇമോഷനെയും റൈറ്റ് ഫീലിങ്സിനെയും കൊണ്ടുവരാൻ. ഇപ്പം നമ്മൾ ഒരാളെ കാണുമ്പോൾ ആളോട് എത്ര ദേഷ്യം ഉണ്ടെങ്കിലും, ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുകയാണ്, ദാറ്റ് പേഴ്സൺ നമ്മുടെ ഒരു ശത്രുവാണ് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ പോലും ആ സമയത്ത് ആ ഇമോഷനേക്കാൾ കൂടുതൽ നമ്മുടെ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയാണ് കൊണ്ടുവരേണ്ടത്. സോ ഇങ്ങനെയുള്ള ആ ഒരു ഇമോഷൻ, റൈറ്റ് ഫീലിങ്സിനെയൊക്കെ കൊണ്ടുവരാനുള്ള ഒരു മാർഗം കൂടിയാണ് ഈ ഒരു വാല്യൂ എഡ്യൂക്കേഷനിലൂടെ ഉണ്ടാവുന്നത്. ഇറ്റ് ഡസ് നോട്ട് ഇൻവോൾവ് എനി കോഗ്നിറ്റീവ് എബിലിറ്റീസ് ദാറ്റ് ക്യാൻ ബി ട്രെയിൻഡ്. ഇതെന്താണ്? ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നല്ല. ലൈക്ക് പോയിട്രി, ഇറ്റ് ഈസ് കോട്ട് റാദർ ദൻ ടോട്ട് അല്ലേ? എന്താണ്? പോയിട്രി പോലെ ഇതെന്താണ്? നമ്മൾ സ്വയം ആർജിച്ചെടുക്കേണ്ടതാണ്, അല്ലാതെ ഒരാൾ പഠിപ്പിച്ച് തരേണ്ട ഒന്നല്ല വാല്യൂ എഡ്യൂക്കേഷൻ. അല്ലെങ്കിൽ വാല്യൂ എന്ന് പറഞ്ഞ സംഭവം നമ്മൾക്ക് ഒരാളിങ്ങനെ ഇരുന്ന് നീ ഇന്നത് ചെയ്ത ഇന്നതാണ് എന്നുള്ള രീതിയിൽ പഠിപ്പിച്ച് തരേണ്ട ഒന്നല്ല. ഇതെന്താണ്? നമ്മൾ സ്വയം ആർജിച്ചെടുക്കേണ്ട ഒന്നാണെന്നാണ് പറയുന്നത്. Okay, it is essentially a matter of creating a right atmosphere, imitation and learning by example, communion with nature or modeling oneself after an ideal. So ഇതെങ്ങനെയാണ്? നമ്മൾ പറഞ്ഞ ഒരാൾ പഠിപ്പിച്ച് തരേണ്ട കാര്യമല്ല, പക്ഷേ എങ്ങനെയാണ് നല്ല അറ്റ്മോസ്ഫിയറിലൂടെ, നല്ല ശരിക്കും ആരെ ഇമിറ്റേറ്റ് ചെയ്യണം എന്നുള്ളത് ഇമിറ്റേഷനിലൂടെ, ലേണിങ്ങിലൂടെ നമ്മളായിട്ട് മനസ്സിലാക്കി എടുക്കേണ്ട ഒന്നാണ്. ടു സം, വാല്യൂ എഡ്യൂക്കേഷൻ ഈസ് സിംപ്ലി എ മാറ്റർ ഓഫ് ഡെവലപ്പിംഗ് അപ്രോപ്രിയേറ്റ് ബിഹേവിയർ ആൻഡ് ഹാബിറ്റ്സ് ഇൻവോൾവിംഗ് ഇൻകൾക്കേഷൻ ഓഫ് സർട്ടൻ വെർച്യൂസ് ആൻഡ് ഹാബിറ്റ്സ്. ചില ആളുകൾക്ക് വാല്യൂ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? ജസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയ ബിഹേവിയേഴ്സിനെ ഡെവലപ്പ് ചെയ്തെടുക്കുക, ഹാബിറ്റ്സുകളെ ഡെവലപ്പ് ചെയ്തെടുക്കുക. എന്ന് വെച്ചാൽ ഇപ്പോൾ ചില വെർച്യൂസിനും ഹാബിറ്റ്സും ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഡെവലപ്മെൻറ്റിങ്ങിനെയാണ് എന്ത് പറയുന്നത്? ഈ ഒരു വാല്യൂ എഡ്യൂക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചില ആളുകൾ എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, എഡ്യൂക്കേഷൻ ഈസ് എ മെത്തഡിക്കൽ എഫേർട്ട് towards learning basic facts and about humanity. The core idea behind value education is to cultivate essential values in the students so the civilization that teaches us to manage complexities can be sustained and further developed. So ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? വാല്യൂ എഡ്യൂക്കേഷൻ്റെ ഒരു കോർ ഐഡിയ എന്താണ്? കൾട്ടിവേറ്റ് എസെൻഷ്യൽ വാല്യൂസ്, കറക്റ്റായിട്ടുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള വാല്യൂസിനെ കൊണ്ടുവരിക, അത് കൾട്ടിവേറ്റ് ചെയ്യുക എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സ്റ്റുഡൻസിൻ്റെ ഇടയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് വാല്യൂ എഡ്യൂക്കേഷൻ. നമ്മൾ ആ ഒരു വാല്യൂ എഡ്യൂക്കേഷൻ്റെ സ്റ്റാർട്ടിങ് ആ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിരുന്നു. ഈ ഒരു ബുക്ക് നിങ്ങൾക്ക് ഉൾപ്പെടുത്തിയത്, നിങ്ങളുടെ ഈ ഒരു സിലബസിൽ ഉൾപ്പെടുത്തിയതിൻ്റെ മേജർ കാരണം എന്താണ്? ആ ഒരു വാല്യൂ നിങ്ങളുടെ ജീവിതത്തിൽ, ആ ഒരു പല രീതിയിലുള്ള വാല്യൂസ് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ പറഞ്ഞു തരാൻ വേണ്ടിയും കൂടിയാണ് ഈ ഒരു ബുക്ക് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കറക്റ്റായിട്ടുള്ള വാല്യൂസ് നിങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവരിക തന്നെയാണ് വാല്യൂ എഡ്യൂക്കേഷൻ്റെ ആ ഒരു കോർ ഐഡിയ എന്നുള്ളത്. വാല്യൂ എഡ്യൂക്കേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഹെൽപ്പ് എവരി വൺ ഇൻ ഇംപ്രൂവിങ് ദ വാല്യൂ സിസ്റ്റം. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. വാല്യൂ സിസ്റ്റത്തെ ഇംപ്രൂവ് ചെയ്യാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് എന്താണ്? വാല്യൂ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. വൺസ് വി അണ്ടർസ്റ്റാൻഡ് അവർ വാല്യൂസ് ഇൻ ലൈഫ് വി ക്യാൻ എക്സാമിൻ ആൻഡ് കൺട്രോൾ ദ വേരിയസ് ചോയ്സസ് വി മേക്ക് ഇൻ അവർ ലൈഫ്. അല്ലേ, നമ്മൾ ഈ വാല്യൂസിനെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കി അതിനെ
കൃത്യമായി എക്സാമിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ പല ചോയ്സസിനെയും കൺട്രോൾ ചെയ്യുകയും പല ചോയ്സ് കൊണ്ടുവരാനും സാധിക്കും. ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി ടു അപ്ഹോൾഡ് ദ വേരിയസ് ടൈപ്സ് ഓഫ് വാല്യൂസ്. അല്ലേ, നമ്മുടെ ഡ്യൂട്ടിയാണ് പല രീതിയിലുള്ള ലൈഫിനെ കുറിച്ചിട്ടുള്ള വാല്യൂസ് മുറുകെ പിടിക്കുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ കൾച്ചറൽ വാല്യൂസ്, യൂണിവേഴ്സൽ വാല്യൂസ്, പേഴ്സണൽ വാല്യൂസ്, സോഷ്യൽ വാല്യൂസ്, ഇങ്ങനെ ഒരുപാട് വാല്യൂസ് ഉണ്ട്. ഇത് മുറുകെ പിടിക്കേണ്ടത് നമ്മുടെ ഡ്യൂട്ടിയാണ്. ദസ് വാല്യൂ എഡ്യൂക്കേഷൻ ഈസ് ഓൾവേസ് എസെൻഷ്യൽ ടു ഷേപ്പ് എ സ്റ്റുഡൻസ് ലൈഫ് ആൻഡ് ടു ഗിവ് എൻ ഓപ്പർച്യൂണിറ്റി ഓഫ് പെർഫോമിംഗ് ഓൺ ദ ഗ്ലോബൽ സ്റ്റേജ്. അപ്പോൾ എന്താണ് വാല്യൂ എഡ്യൂക്കേഷൻ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. സോ വാല്യൂ എഡ്യൂക്കേഷൻ എന്തിനാ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി ഈ വാല്യൂ ഡെവലപ്മെൻറ്റ് നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രായത്തിൽ ഓരോ രീതിക്കായിരിക്കും. നമ്മളിങ്ങനെ ചില സമയത്ത് എങ്ങനെ പഠിക്കുന്നു, ഓരോ വാല്യൂസ് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പഠിക്കുന്നു എന്നത് ഓരോ കാലഘട്ടത്തിൽ ഓരോ രീതിക്കായിരിക്കും. ആ ഒരു വാല്യൂ ഡെവലപ്മെൻറ്റിൻ്റെ പീരിയഡ്സാണ് നമുക്കിനി പഠിക്കാനുള്ളത്. ഓരോ ഘട്ടങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം, നമ്മളെന്താണ് ജനിച്ച വശം എല്ലാ വാല്യൂസോടും കൂടി ജനിച്ച ആൾക്കാരല്ല. നമ്മൾ ഓരോ ആളുകളിൽ നിന്ന്, ഇപ്പോൾ ഫാമിലിയിൽ നിന്ന് അല്ലെങ്കിൽ നെയ്ബേഴ്സിൽ നിന്ന്, പിയേഴ്സിൽ നിന്നൊക്കെ പഠിച്ചിട്ടാണ് നമ്മൾ ഓരോ വാല്യൂസ് മനസ്സിലാക്കുന്നത്. ഇപ്പം നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവരും നുണ പറയുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ നുണ പറഞ്ഞു പോകും. ബിക്കോസ് ദാറ്റ്സ് വാട്ട് വി ആർ ലേണിംഗ് ഫ്രം അവർ ഫാമിലി. സോ അപ്പോൾ ഈ നുണ പറയരുത്, സത്യസന്ധത കീപ്പ് ചെയ്യണം, ഓണസ്റ്റി കീപ്പ് ചെയ്യണം എന്നുള്ളത് നമ്മൾ എവിടെ നിന്നാണ് പഠിക്കുന്നത്? നമ്മുടെ കുടുംബത്തിൽ നിന്നായിരിക്കും നമ്മൾ പഠിക്കുന്നത്. സോ ദാറ്റ്സ് ഹൗ നമ്മൾ എന്താണ് വാല്യൂസ് പഠിച്ച് വരുന്നത്. സോ അതാണ് ഓരോ ഘടകം എങ്ങനെയാണെന്നാണ് നമുക്ക് നോക്കേണ്ടത്. So from our families, neighbors, our peers, etc., a society is formed through a plurality of shared norms, customs, values, tradition, social roles, symbols and languages, and an individual has to acquire them in order to maintain social and cultural continuity with the society. So ഒരു individual must ആയിട്ട് എന്തൊക്കെ നേടിയെടുക്കണം? എന്താണ്? ഷെയർഡ് നോംസ്, ഷെയർഡ് കസ്റ്റംസ്, ഷെയർഡ് വാല്യൂസ്, ട്രഡീഷൻസ്, സോഷ്യൽ റോൾസ്, സിമ്പിൾസ്, ലാംഗ്വേജ്, ഇതെല്ലാം ഇൻഡിവിജ്വൽസ് മനസ്സിലാക്കണം. എന്തിനാണ്? നമ്മുടെ സൊസൈറ്റി ഇതൊക്കെ കൊണ്ട് ഫോം ചെയ്തതാണ്. സോ അതിനോട് ചേർന്ന് ജീവിക്കണമെങ്കിൽ വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് എവറിത്തിങ് റിലേറ്റഡ് ടു ദ സൊസൈറ്റി. എന്തൊക്കെ നോംസ് ഉണ്ട്, എന്തൊക്കെ വാല്യൂസ് ഉണ്ട്, എന്തൊക്കെ ട്രഡീഷണൽ വാല്യൂസ് നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കണം. ദ വേരിയസ് പീരിയഡ്സ് ഓഫ് ദിസ് ഡെവലപ്മെൻറ്റ്, ദാറ്റ് മീൻസ് വി ജസ്റ്റ് ലേൺ ദീസ് വാല്യൂസ് ത്രൂ ഡിഫറെൻറ്റ് പീരീഡ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ എന്ത് പേരിട്ട് വിളിച്ചു? സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിളിച്ചിരുന്നു, അല്ലേ? ഇൻ ഏർലിയർ ബ്ലോക്ക് നമ്മൾ ആ ഒരു ബ്ലോക്ക് 4 പറഞ്ഞു. സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിലൂടെയാണ് നമ്മൾ ഈ വാല്യൂസൊക്കെ മനസ്സിലാക്കി അറിഞ്ഞു വരുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെ എന്താണ് ഡിഫറെൻറ്റ് പീരീഡ്സ് ഉണ്ടെന്നും ആ പീരിയഡ്സിനെയാണ് ഇനി ഡിവൈഡ് ചെയ്തിട്ട് 3 മേജർ പീരീഡായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ആ ഒരു പീരിയഡ്സിനെ ഡിവൈഡ് ചെയ്ത വ്യക്തി സോഷ്യോളജിസ്റ്റായ മോറിസ് മാസി ആണ്. ഓക്കെ, മോറിസ് മാസി. ജസ്റ്റ് ഇതൊക്കെ ഇങ്ങനെ ലെക്ചർ നോട്ട് പോലെ നോട്ട് എഴുതി വയ്ക്കുക. ഇപ്പോൾ ഈ ഒരു പേര് മോറിസ് മാസി, ഇദ്ദേഹമാണ് ഈ ഒരു പീരീഡ്സ് പറഞ്ഞിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ വന്നാൽ ആ ഒരു പേര് എഴുതിയാൽ അത്രയും മാർക്ക് കൂടുകയാണ് ചെയ്യുക. സോ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. സോ 3 പീരീഡ്സ് ഉണ്ടെന്ന് പറഞ്ഞു. എത്ര പീരീഡ്സ് ആണ്? 3 പീരീഡ്. 3 പീരീഡ് ഉണ്ട്. ഫസ്റ്റ് വൺ ദ ഇംപ്രിൻറ്റ് പീരീഡ്. ഫസ്റ്റ് വൺ ദ ഇംപ്രിൻറ്റ് പീരീഡ്. ഈ ഇംപ്രിൻറ്റ് പീരീഡിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് ബർത്ത് തൊട്ട് 7 വയസ്സ് വരെയാണ്. ബർത്ത് തൊട്ട് നമ്മൾ ജനിച്ചത് തൊട്ട് നമ്മുടെ 7 വയസ്സ് വരെയാണ് ഈ ഒരു കാലഘട്ടം. ബർത്ത് ടു ഏജ് ഓഫ് 7. ഈ പീരീഡിൽ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ സ്പോഞ്ചസ് പോലെയാണ്. ജസ്റ്റ് ഈ ഒരു വാക്ക് തന്നെ മനസ്സിലാക്കി വെച്ചാൽ മതി. സ്പോഞ്ചസിൻ്റെ ഗുണം എന്താ? എന്ത് കിട്ടിയാലും അതങ്ങ് വലിച്ചെടുക്കും. അങ്ങനെ ആയിരിക്കും നമ്മൾ ആ കാലഘട്ടത്തിൽ. എന്ന് വെച്ചാൽ എവറിത്തിങ്, നമ്മുടെ ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും നമ്മളങ്ങ് വലിച്ചെടുക്കും. അക്കോർഡിംഗ് ടു ഹിം, an individual accepts everything as truth, especially when it comes from parents. നമ്മുടെ പാരൻറ്റിൻ്റെ കയ്യിലുള്ള എല്ലാ കാര്യങ്ങളും സത്യമാണെന്ന് കരുതി അതൊക്കെ വലിച്ചെടുക്കുന്ന ഒരു പ്രായമാണ് ആ ഒരു ബർത്ത് തൊട്ട് 7 വയസ്സ് വരെ എന്നാണ് പറയുന്നത്. ഈ പീരീഡാണ് ഇംപ്രിൻറ്റ് പീരീഡ്. എന്ന് വെച്ചാൽ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ബ്ലൈൻഡ് ബിലീഫായിരിക്കും. ബ്ലൈൻഡായിട്ട് നമ്മൾ ഇവരെ വിശ്വസിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത് എന്ന് നമുക്ക് പറയാം. ഇനി നെക്സ്റ്റ് പീരീഡാണ് മോഡലിംഗ് പീരീഡ്.
സെക്കൻഡ് പീരീഡ് മോഡലിംഗ് പീരീഡ്. സെക്കൻഡ് പീരീഡ് ഈസ് മോഡലിംഗ് പീരീഡ്. ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് 8 വയസ്സ് തൊട്ട് 13 വരെയാണ്. 8 to 13, 8 വയസ്സ് തൊട്ട് 13 വരെയാണ് മോഡലിംഗ് പീരീഡ്. ഈ സമയത്ത് ഇൻഡിവിജ്വൽസ് മറ്റുള്ളവരെ കോപ്പി ചെയ്യുക. മോഡലിംഗ് ആണ്, മറ്റൊരാളെ എടുത്ത് കോപ്പി ചെയ്യുക, ഇമിറ്റേറ്റ് ചെയ്യുക. മേ ബി പാരൻസ് ആയിരിക്കാം, എന്ന് വെച്ചാൽ അവർ അഡോർ ചെയ്യുന്ന എല്ലാവരെയും അവർ ആ സമയത്ത് കോപ്പി ചെയ്യും. ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അച്ഛൻ സംസാരിക്കുന്ന പോലെയൊക്കെ മക്കൾ സംസാരിക്കുന്നത്, അതുപോലെ തന്നെ ഫിലിമിൽ ഏതെങ്കിലും ഒരു സീൻ കാണുമ്പോൾ അതിനനുകരിക്കുന്നത്. ഇതൊക്കെ ഈ പ്രായത്തിലായിരിക്കും, മോഡലിംഗ് പീരീഡ് ആയിരിക്കും. ഇപ്പോൾ പല രീതിയിലെ സ്പോർട്സ് പേഴ്സൺ, ടീച്ചേഴ്സ്, ഇപ്പോൾ ടീച്ചർ ക്ലാസ് എടുക്കുന്ന പോലെ ചിലപ്പോൾ കുട്ടികൾ ക്ലാസ് എടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ അതൊക്കെ ഈ പ്രായത്തിലാണ്. നെക്സ്റ്റ് തേർഡ് പീരീഡ്, ദ സോഷ്യലൈസേഷൻ പീരീഡ്. തേർഡ് പീരീഡ് ഈസ് സോഷ്യലൈസേഷൻ പീരീഡ്. ഇത് വരുന്നത് 13 തൊട്ട് 21 വരെയാണ്. 13 വയസ്സ് തൊട്ട് 21 വരെ സോഷ്യലൈസേഷൻ പീരീഡാണ്. ഈ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പിയർ ഗ്രൂപ്പുകളിൽ നിന്ന് ഇൻഫ്ലുവൻസ് ചെയ്ത് നല്ലതെന്താ ചീത്ത എന്താ എന്ന് വേർതിരിച്ച് മനസ്സിലാക്കുന്ന ഒരു കാലഘട്ടമാണ്. മേ ബി നമുക്ക് പറയാം നമ്മുടെ ആ ഒരു ടീനേജ് പീരീഡ്, അതിൽ നിന്ന് അഡൾട്ട് പീരീഡിലേക്ക് വരുന്ന ഒരു കാലഘട്ടം. ഈ സമയത്ത് നമ്മൾ പല തെറ്റ് ചെയ്യും, ആ തെറ്റുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കും. അതുപോലെ പല ശിക്ഷകൾ നമുക്ക് കിട്ടും, അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കും. ഇതൊക്കെയുള്ള പ്രായമാണ് സോഷ്യലൈസേഷൻ പീരീഡ്. ഓക്കെ, അങ്ങനെയാണ് 3 പീരീഡ്. ആരാണ് കണ്ടുപിടിച്ചത്? ഈ ഒരു 3 പീരീഡ് ആരാണ് ഡിവൈഡ് ചെയ്തത്? മോറിസ് മേസി, സോഷ്യോളജിസ്റ്റാണ്. അതൊന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ് ടോപ്പിക്, സോഷ്യലൈസേഷൻ. ഈ സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്ക് നമ്മളിപ്പോൾ റിപ്പീറ്റ് ചെയ്ത് ഓരോ ചാപ്റ്ററിലും പറഞ്ഞിട്ടുള്ളതാണ്. പ്രോസസ് ഓഫ് വാല്യൂ ഡെവലപ്മെൻറ്റ്. സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രോസസ്സ് എന്താണ്? വാല്യൂ ഡെവലപ്മെൻറ്റിനുള്ള പ്രോസസ്സാണ്. അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ബ്ലോക്ക് 2ലും യൂണിറ്റ് 1, ബ്ലോക്ക് 2ലും യൂണിറ്റ് 1 നമ്മൾ ഈ പ്രോസസ്സിനെ കുറിച്ച് പറഞ്ഞതാണ്. നമ്മളത് എന്താണെന്നും കൂടി നമ്മൾ പറഞ്ഞതാണ്. ഇനി ഇതിനെ ഡിഫൈൻ ചെയ്തിട്ട് ഒരു വ്യക്തി, എന്ന് വെച്ചാൽ സോഷ്യോളജിയിലെ ഒരു വ്യക്തി പറഞ്ഞിട്ടുണ്ട്. ആ വ്യക്തിയുടെ പേര് എലി ചിനോയ് എന്നാണ്. എലി ചിനോയ്. സോഷ്യോളജിയിലുള്ള ഒരു ടെക്സ്റ്റ് ബുക്കിൽ ഇതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ സോഷ്യലൈസേഷൻ്റെ 2 മേജർ ഫങ്ഷൻസ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2 മേജർ ഫങ്ഷൻസ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ, ഓൺ ദ വൺ ഹാൻഡ് ഇറ്റ് പ്രിപ്പയർസ് ദ ഇൻഡിവിജ്വൽ ഫോർ ദ റോൾസ് ദാറ്റ് ഹി ഹാസ് ടു പ്ലേ, പ്രൊവൈഡിങ് ഹിം വിത്ത് നെസസറി repertoire of habits, beliefs, values, appropriate patterns of emotional response, modes of perception and requisite skills and knowledge. അപ്പോൾ ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഒരു ഇൻഡിവിജ്വലിനെ എന്താണ് തനിക്ക് പ്ലേ ചെയ്യാനുള്ള, സമൂഹത്തിൽ പ്ലേ ചെയ്യാനുള്ള ആ റോളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അതിലെന്തൊക്കെ വേണം? അതിന് വേണ്ട ഹാബിറ്റ്സ്, ബിലീഫ്സ്, വാല്യൂസ്, അപ്രോപ്രിയേറ്റ് പാറ്റേൺസ്, എന്ന് വെച്ചാൽ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം ഈ ഒരു കാര്യത്തിനെ, അതുപോലെ ഏതൊക്കെ രീതിയിൽ നമ്മൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി ചിന്തിക്കണം, അതിന് വേണ്ടിയിട്ടുള്ള സ്കിൽസ്, നോളജൊക്കെ കൊടുക്കുക എന്നുള്ളതാണ് ഇതിലൂടെ വരുന്ന ഒരു കാര്യം. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണ്, കറക്റ്റായിട്ട് എടുക്കരുത്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ, സിമ്പിൾ എക്സാമ്പിളാണ്. കറക്റ്റായിട്ട് എടുക്കരുതെന്ന് പറഞ്ഞത് ഒരുപാട് നെഗറ്റിവിറ്റി ഉള്ള ഒരു എക്സാമ്പിളാണ്. ഇപ്പോൾ ഒരു കുട്ടി ജനിക്കുന്നു, കുട്ടി സമൂഹത്തിൽ ജനിക്കുമ്പോൾ ആണ് പെണ്ണ് എന്നുള്ളൊരു ജെൻഡർ ഡിവിഷൻ നമ്മൾ കൊടുക്കുന്നു, ജെൻഡർ റോളിൻ്റെ ഡിവിഷൻ കൊടുക്കുന്നു. ഈ ആൺകുട്ടിയുടെ സോഷ്യൽ റോൾസ് എന്തൊക്കെയാണ്? ഫാദർ ആവണം, അതുപോലെ തന്നെ ഹസ്ബൻഡ് ആവണം. അപ്പോൾ ഇങ്ങനെ കുറച്ച് റോൾസ് ആൺകുട്ടിക്കുണ്ട്. ഒരു പെൺകുട്ടിയാണെങ്കിൽ എന്താ, ഇങ്ങനെ കുറച്ച് റോൾസ്, ഇപ്പം അമ്മയാവണം, സിസ്റ്റർ ആകണം, അല്ലെങ്കിൽ ഒരു വൈഫാവണം. സോ അതിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഇതിലേക്ക് നമ്മളെ പ്രാപ്തരാക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. ഇപ്പോൾ ചെറുപ്പം തൊട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ആൺകുട്ടി എന്താണ്, ഡിസിഷൻ മേക്കർ ആവണം, പെൺകുട്ടി കുറച്ചും കൂടി നർച്ചറിങ് ഫീലിങ്സ്, അല്ലെങ്കിൽ ഒരു ഫാമിലിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു അമ്മ ഫീലിങ്സ്, മദർഹുഡ് ഫീലിംഗ് ഒക്കെ ഉള്ളതായിരിക്കണം പെൺകുട്ടിക്ക്. അങ്ങനെ നമ്മളെ വളർത്തും. അതൊരു പ്രോസസ്സാണ്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ സമൂഹത്തിൽ നമ്മളെ ഫിറ്റാക്കുന്ന ഒരു റോളിലേക്ക് നമ്മളെ എത്തിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കാര്യം. സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് ഒരു
ഫങ്ഷൻ എന്ന് പറയുന്നത്. മറ്റൊന്ന് ഓൺ ദ അതർ ഹാൻഡ് ബൈ കമ്മ്യൂണിക്കേറ്റിംഗ് ദ കണ്ടൻസ് ഓഫ് കൾച്ചർ ഫ്രം വൺ ജനറേഷൻ ടു അനദർ ഇറ്റ് പ്രൊവൈഡ് ഫോർ ഇറ്റ്സ് പെർസിസ്റ്റൻസ് ആൻഡ് കണ്ടിന്യൂറ്റി. സെക്കൻഡ് എന്താണ്? ഓഫ് കോഴ്സ് കൾച്ചർ. നമ്മൾ ഫോളോ ചെയ്ത് വന്ന കൾച്ചറിനെ ഒരു ജനറേഷനിൽ നിന്ന് മറ്റൊരു ജനറേഷനിലേക്ക് കണ്ടിന്യൂ ചെയ്യുക. അതും മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഫങ്ഷനാണ് സോഷ്യലൈസേഷൻ്റെ. ഓക്കെ, അപ്പോൾ ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ കൾച്ചറിൻ്റെ ഭാഗമായിരിക്കും നമ്മുടെ സോഷ്യൽ റോളും, അല്ലേ? ഇപ്പോൾ ആണിങ്ങനെ ആവണം എന്ന് പറയുന്നത് നമ്മുടെ കൾച്ചറിൻ്റെ ഭാഗമായിരിക്കും. സോ അങ്ങനെയുള്ളതും ഈ സോഷ്യലൈസേഷൻ്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കാം. ഇൻ ദ പ്രോസസ് ഓഫ് സോഷ്യലൈസേഷൻ ബോത്ത് ദ നോംസ് ആൻഡ് വാല്യൂസ് ആർ ഇന്റേണലൈസ്ഡ് ബൈ ദ ഗ്രൂപ്പ് members of the society. The process of socialization starts from an individual birth and goes on till his or her death. അല്ലേ? ഈ ഒരു പ്രോസസ്സ് എന്താണ്? നമ്മുടെ ഒരു ഗ്രൂപ്പ് ഓഫ് സൊസൈറ്റി സ്വയം ഇൻറ്റേർണലൈസ് ചെയ്യുന്നതാണ്. ബർത്ത് തൊട്ട് ഡെത്ത് വരെ ഈ ഒരു പ്രോസസ്സ് നടക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് നിങ്ങൾക്ക് പറയാൻ പോകുന്നത് ഈ സോഷ്യലൈസേഷൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഏജൻസ് ആണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, ബട്ട് അഗെയിൻ കുറച്ചും കൂടി എന്താ പറയുക സ്ട്രക്ചേർഡ് ആയിട്ട് നിങ്ങൾക്ക് ടെസ്റ്റിലെ പേജ് നമ്പർ 221 കൊടുത്തിട്ടുണ്ട്. ഇതിലെങ്ങനെയാണ് പറയുന്നത്? ഏതൊക്കെ ഗ്രൂപ്പ്സ് ഉണ്ട് സോഷ്യലൈസേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഫാമിലി. ഒരാളുടെ എന്താണ് റിലീജിയൻ, കരിയർ ഗോൾസ്, ഇതൊക്കെ അതിനോടുള്ളൊരു ആറ്റിറ്റ്യൂഡ് വളർത്തിയെടുക്കുന്നത് ഫാമിലിയിൽ നിന്നാണ്. സെക്കൻഡ് വൺ സ്കൂൾ. ഇതെന്താണ്? ഈ ഏജൻസി എന്തിനാണ് റെസ്പോൺസിബിൾ ആവുന്നത്? നമ്മളുടെ സോഷ്യലൈസിങ് എബിലിറ്റി എന്ന് വെച്ചാൽ ഇപ്പോൾ യങ് പീപ്പിൾ, ചില സ്കിൽസുള്ള യങ് പീപ്പിളിനുമായിട്ടുള്ള സോഷ്യലൈസിങ്, അതുപോലെ തന്നെ സൊസൈറ്റിയിലുള്ള വാല്യൂസ്, ഇതിനൊക്കെ റെസ്പോൺസിബിളാണ് സ്കൂൾ എന്ന് പറഞ്ഞ ഏജൻറ്റ്. പിയർ ഗ്രൂപ്പ്സ് ആൻഡ് മാസ് മീഡിയ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയ ഏജൻസ് ആണ്. ദ വാല്യൂസ് ആർ അക്വയർഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എക്സ്പീരിയൻസ് വിച്ച് ആൻ ഇൻഡിവിജ്വൽ ഗെയിൻസ് ഇൻ ദ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫ്രം പിയേഴ്സ് ത്രൂ മീഡിയ. അപ്പോൾ എന്താണ്? ഒരു വ്യക്തി പല രീതിയിലുള്ള വാല്യൂസ് ഏതിലൂടെയൊക്കെയാണ് നേടിയെടുക്കുന്നത്? ഇപ്പം ഞാൻ പറഞ്ഞ ഈ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൂടെയാണ്, അല്ലെങ്കിൽ സോഷ്യലൈസേഷൻ്റെ ഏജൻസിലൂടെയാണ്. ഏതൊക്കെയാണ്? ഫാമിലി, സ്കൂൾ, പിയർ ഗ്രൂപ്പ്, മാസ് മീഡിയ. ഇനി അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു സോഷ്യലൈസേഷൻ്റെ മേജറായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഏജൻ്റാണ് ഫാമിലി എന്നുള്ളത്. അപ്പോൾ ഈ ഫാമിലിയിൽ നിന്ന് നമ്മൾ എങ്ങനെ ഓരോ വാല്യൂസും നേടിയെടുക്കുന്നു എന്നുള്ളതാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. സോ ഫാമിലി ദ ഫസ്റ്റ് ലേണിംഗ് പ്ലേസ്, അല്ലേ? നമ്മുടെ ആദ്യത്തെ ലേണിംഗ് പ്ലേസ് ഏതാണ്? ഫാമിലിയാണ്. നമ്മുടെ ഫാമിലി എങ്ങനെ ഇരിക്കുന്നു അതായിരിക്കും നമ്മുടെ ഒരു പാതി. നമ്മൾ എടുക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ ഫാമിലിയുടെ ഇതിൽ നിന്നായിരിക്കും, ഇൻഫ്ലുവൻസിൽ നിന്നായിരിക്കും. അപ്പോൾ ഫാമിലി ഈസ് ദ ബേസിക് സോഷ്യൽ യൂണിറ്റ് ഓഫ് ദ സൊസൈറ്റി ആൻഡ് വാട്ട് എവർ വി ലേൺ ഫ്രം അവർ ഫാമിലി ബിക്കംസ് അവർ വാല്യൂ സിസ്റ്റം, ഫോംസ് അവർ പെർസെപ്ഷൻ ആൻഡ് ബേസിസ് ഓഫ് ആക്ഷൻ, അല്ലേ? നമ്മൾ ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മളൊരു കാര്യത്തെ നോക്കി കാണുന്നത്, അല്ലെങ്കിൽ നമ്മുടെ വാല്യൂ സിസ്റ്റം, ഇതെല്ലാം എന്തിൽ നിന്ന് കിട്ടുന്നതാണ്? നമ്മുടെ ഫാമിലിയിൽ നിന്ന് പഠിച്ചെടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ബേസിക് സോഷ്യൽ യൂണിറ്റാണ് ഫാമിലി. ഓക്കെ, so since an individual is known by his or her action, therefore the most important role family is to give proper identity. ഒരു കറക്റ്റ് ഐഡൻറ്റിറ്റി കൊടുക്കുക എന്നുള്ളതാണ് ഫാമിലിയുടെ ഏറ്റവും വലിയ റോൾ എന്നാണ് പറയുന്നത്. ദ ഫാമിലി ഓർ ഹോം എൻവയോൺമെൻറ്റ് ഇൻഫ്ലുവൻസ് ദ ഇൻഡിവിജ്വൽ. ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് ഇൻഫ്ലുവൻസിങ്, അല്ലേ? പല രീതിയിലുള്ള നമ്മുടെ ലൈഫിൻ്റെ പല രീതിയിലുള്ള കാര്യങ്ങൾ ത്രൂ ഔട്ട് ലൈഫ് ഇൻഡിവിജ്വലിൻ്റെ ലേണിങ്ങിൻ്റെ ഒരു ഭാഗമാണ് ഫാമിലി എന്ന് പറയുന്നത്. പല രീതിയിലുള്ള എക്സ്പീരിയൻസ്, പ്ലസൻ്റ് ആയിക്കോട്ടെ അൺപ്ലസൻ്റ് ആയിക്കോട്ടെ, ഇതെല്ലാം ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ പേഴ്സണാലിറ്റിയെ ബാധിക്കുന്നുണ്ട്. സോ ഫാമിലിയിൽ വരുന്ന പല രീതിയിലുള്ള കാര്യങ്ങളും കുട്ടിയെ ബാധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്ന നിങ്ങൾക്ക് അറിയാവുന്നൊരു കാര്യമാണ് സെൻസ് ഓഫ് സെക്യൂരിറ്റി. നമുക്ക് നമ്മുടെ അച്ഛനും അമ്മയിൽ നിന്നും സെക്യൂരിറ്റി ഫീൽ ചെയ്താൽ തന്നെ നമ്മളെല്ലാവരെയും ട്രസ്റ്റ് ചെയ്യാൻ തുടങ്ങും, അല്ലേ? ഇപ്പോൾ നമ്മുടെ അച്ഛനും അമ്മയിൽ നിന്ന് നമുക്ക് സെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നില്ല, അവർ നമ്മളെ കെയർ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇത് നമ്മളെല്ലാറ്റിലും റിഫ്ലക്റ്റ് ചെയ്യും, അല്ലേ? നമ്മളെ മറ്റുള്ളവരെ ആ രീതിക്കാണ് കാണുക. സോ അങ്ങനെയാണ് ഫാമിലി നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ വേയിലാണെന്നുള്ളതാണ് നെക്സ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഫസ്റ്റ് വൺ, ലേണിംഗ് സോഷ്യോ എമോഷണൽ ആൻഡ് കോഗ്നിറ്റീവ് ബിഹേവിയേഴ്സ്. ചിൽഡ്രൻ ലേൺ മെനി ഓഫ് ദ സോഷ്യോ ഇമോഷണൽ ആൻഡ് കോഗ്നിറ്റീവ് ബിഹേവിയർ ത്രൂ ഒബ്സർവിംഗ് ആൻഡ് imitating people who are significant to them, such as parents. Children often imbibe their parents' fears, biases and values from their parents, അല്ലേ?
നമ്മുടെ എന്താണ് നമ്മളുടെ പല രീതിയിലുള്ള ബിഹേവിയർ, ഇമോഷണൽ ആൻഡ് കോഗ്നിറ്റീവ് ബിഹേവിയേഴ്സ് എവിടെ നിന്നാണ് നമ്മൾ നേടിയെടുക്കുന്നത്? നമ്മുടെ പാരൻസിൽ നിന്നായിരിക്കും. നമ്മുടെ പാരൻസിന് പേടിയുള്ള കാര്യങ്ങൾ നമുക്ക് പേടിയായിരിക്കും. നമ്മുടെ പാരൻസിന് ചിലപ്പോൾ ചില മതങ്ങളെ ഇഷ്ടമല്ല, അതും നമ്മളിൽ കുത്തി നിറച്ചിട്ടുണ്ടാവും. ചില പാരൻസിന് ചിലപ്പോൾ എന്താണ് പല രീതിയിലുള്ള സ്റ്റീരിയോ ടൈപ്സുകൾ ഉണ്ടാവും, അതും നമ്മളെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ആ ഒരു വാല്യൂസ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. സോ ഇറ്റ് ഈസ് important that parents set an example to their children through their behavior rather than by preaching to them what to do, what not to do. എന്ന് വെച്ചാൽ ഇപ്പോൾ പാരൻറ്റ് വന്നിട്ട് നമ്മളോട് പറയുകയാണെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യരുത്, ഇന്ന കാര്യങ്ങൾ നീ ചെയ്യണം, പക്ഷേ ഇതേ പാരൻറ്റ് അത് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളത് കേൾക്കൂ ഇല്ല. അപ്പോൾ എന്താണ്, പാരൻസ് എന്തായി മാറണം? ഒരു എക്സാമ്പിളായി മാറണം. ഇപ്പോൾ സത്യം പറഞ്ഞുകൊണ്ട് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കണം സത്യം പറയണമെന്ന്, അല്ലാതെ വെറുതെ പ്രീച്ച് ചെയ്തുകൊണ്ട് ആയില്ല എന്നാണ് പറയുന്നത്. നൗ ഇൻഫ്ലുവൻസ് ഓഫ് സോഷ്യൽ ആൻഡ് ഇമോഷണൽ എക്സ്പീരിയൻസസ്. നെക്സ്റ്റ് വൺ ആണ് എന്താണ്, എനി കൈൻഡ് ഓഫ് ലേണിംഗ് പ്രോസസ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ സോഷ്യൽ ആൻഡ് ഇമോഷണൽ എക്സ്പീരിയൻസസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ എൻവയോൺമെൻറ്റ്. നമുക്ക് ചുറ്റുമുള്ള ആ ഒരു എക്സ്പീരിയൻസ്, ഇമോഷണൽ ആൻഡ് സോഷ്യൽ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സിൽ നിന്ന് പല കാര്യങ്ങളും നമ്മൾ പഠിച്ചെടുക്കുന്നുണ്ട് അല്ലേ. നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളാണ് നമ്മളെ കൂടുതലും ഇൻഫ്ലുവൻസ് ചെയ്യുക. ഇപ്പോൾ ഞാൻ ജീവിക്കുന്ന എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനമ്മ എന്നും അടിയാണെന്ന് കരുതുക, അത് നമ്മളെ ഡെഫിനറ്റ്ലി ഇൻഫ്ലുവൻസ് ചെയ്യും. ആ ഒരു വയലൻറ്റ് മെൻറ്റാലിറ്റി അല്ലെങ്കിൽ ആ ഇൻസെക്യൂരിറ്റി നമുക്കുള്ളിലുണ്ടാവും. സോ നമ്മുടെ ചുറ്റുമുള്ള ആ ഒരു അറ്റ്മോസ്ഫിയറിന് അത്ര ഇമ്പോർട്ടൻസ് ഉണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. അതാണ് ഇപ്പോൾ പറയുന്നത്, അറ്റാച്ച്മെൻറ്റ്സ് ചിൽഡ്രൻ ഫോം വിത്ത് പാരൻസ് ആൻഡ് സിബ്ലിങ്സ് ലാസ്റ്റ് എ ലൈഫ് ടൈം. ദേ സെർവ് ആസ് മോഡൽസ് ഫോർ ഇമോഷണൽ റിലേഷൻഷിപ്പ് ആൻഡ് ലേണിംഗ് എക്സ്പ്ലോറേഷൻ ഇൻ ദ നൈബർഹുഡ് ആൻഡ് സൊസൈറ്റി. എന്ന് വെച്ചാൽ നമുക്ക് ചുറ്റുമുള്ള സൊസൈറ്റി, നൈബർഹുഡ്, അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ പാരൻസിനോട് സിബ്ലിങ്സിനോടുള്ള റിലേഷൻഷിപ്പ്, ഇതൊക്കെ ലൈഫ് ടൈം നമ്മുടെ കൂടെ ഉണ്ടാകുന്ന ഒന്നാണെന്നാണ് പറയുന്നത്. ഇപ്പം നമ്മൾ കമ്മ്യൂണിറ്റിയെ റെസ്പെക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ അതർ സോഷ്യൽ ഗ്രൂപ്പ്സിനെ എങ്ങനെ റെസ്പെക്റ്റ് ചെയ്യും, ഇതൊക്കെ നമ്മൾ നമ്മുടെ ഫാമിലിയിൽ നിന്നാണ് പഠിക്കുന്നത്. നെക്സ്റ്റ്, ക്വാളിറ്റി ഓഫ് ദ ഹോം എൻവയോൺമെൻറ്റ്. അഗെയിൻ സെയിം കാര്യമാണ്. എന്ന് വെച്ചാൽ എങ്ങനെയാണ് നമ്മുടെ ഹോം എൻവയോൺമെൻറ്റ് ഉള്ളത്, അത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുമെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ as individual learn to be independent and begin to explore the world of objects and people outside home, individual difference begin to emerge. So നമ്മുടെ ഹോം എൻവയോൺമെൻറ്റ് ആ ഒരു കാലഘട്ടത്തിൽ വളരെയധികം ഇൻഫ്ലുവൻസ് കുട്ടികൾക്ക് ഉണ്ടാവും. ഒരുപാട് കാലത്തോളം ലാസ്റ്റ് ചെയ്യുന്ന ഒരു ഇൻഫ്ലുവൻസ് ആയിരിക്കും. നമ്മൾ വീടിന് പുറത്തിറങ്ങുമ്പോഴാണ് ഇതിൻ്റെ ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. എന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ വ്യൂ പോയിൻ്റ്, ചില കാര്യങ്ങൾ റൈറ്റ് ആണോ ചില കാര്യങ്ങൾ തെറ്റാണോ എന്നുള്ളത് നമ്മുടെ ഫാമിലിയിൽ നിന്ന് തന്നെ നമ്മൾ പഠിച്ചിട്ടായിരിക്കും ഇറങ്ങുന്നത് അല്ലേ. നമ്മുടെ അച്ഛനമ്മയും പറഞ്ഞിട്ടുണ്ടാവും ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്, ഇന്ന കാര്യങ്ങൾ ശരിയാണ്. ഈ ഒരു അറിവ് വെച്ചിട്ടാണ് നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങി സമൂഹത്തെ വിലയിരുത്താൻ തുടങ്ങുന്നത്. സോ ദാറ്റ് മച്ച് ഇമ്പോർട്ടൻസ് എന്തിനുണ്ട്, ഫാമിലിക്കുണ്ടെന്നാണ് പറയുന്നത്. അതിലൊരു ഇമ്പോർട്ടൻറ്റ് തിയറി അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റാണ് ആൾട്രൂയിസം. എന്ന് വെച്ചാൽ ഗിവിങ് ടു അനദർ അറ്റ് കോസ്റ്റ് ടു വൺ സെൽഫ് എന്നാണ് അതിൻ്റെ മീനിങ്. അതിനൊരു എക്സാമ്പിളോട് കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാം. Family should create opportunity for their children to manifest responsibility for others. എന്ന് വെച്ചാൽ ഇപ്പോൾ സിംഗിൾ ചൈൽഡായിട്ട് ജനിച്ചൊരു കുട്ടിയും അല്ലെങ്കിൽ മിങ്കിൾ ചെയ്ത് 3-4 കുട്ടികളുള്ളൊരു വീട്ടിലെ കുട്ടിയും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. എന്താണ് വ്യത്യാസം? സിംഗിൾ ചൈൽഡായ കുട്ടിക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ടാവില്ല. മറ്റൊരാൾ എന്ന് വെച്ചാൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവില്ല എന്നല്ല, സാഹചര്യങ്ങൾ കുറവായിരിക്കും. എന്ന് വെച്ചാൽ റെസ്പോൺസിബിൾ ആയിട്ട് തൻ്റെ അനിയത്തിയെ നോക്കാനോ അല്ലെങ്കിൽ അനിയന്മാരെ നോക്കാനോ ഉള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടാകുന്നില്ല. അപ്പോൾ ആ ഒരു വ്യത്യാസം ഉണ്ടാവും. എന്നാൽ മിക്സ്ഡ് ആയിട്ട് മിങ്കിളായിട്ട് 4-5 കുട്ടികളുള്ള അടുത്താണെങ്കിൽ ചേച്ചിക്ക് അനിയത്തിയെ നോക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റികൾ ഉണ്ടാക്കണമെന്നാണ് പറയുന്നത്. മറ്റൊരാളോടുള്ള റെസ്പോൺസിബിലിറ്റി വീട്ടിൽ നിന്ന് തന്നെ പഠിക്കണമെന്ന്. ഇപ്പോൾ ഐ വിൽ ഗിവ് എൻ എക്സാമ്പിൾ. വൺസ് ഞാനിതുപോലെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോയപ്പോൾ ഐ ഫൗണ്ട് എ സിറ്റുവേഷൻ. ഐ ഗോട്ട് എ സിറ്റുവേഷൻ ദർ. എന്താണെന്ന് വെച്ചാൽ അവിടെ ചെന്നു നമ്മൾ കുറച്ച് ഗിഫ്റ്റൊക്കെ ആയിട്ട് പോകുമല്ലോ. ഇപ്പോൾ ചിലപ്പോൾ കുറച്ച് സ്വീറ്റ്സോ എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് പോകുന്ന പോലെ അന്ന് ഞാനൊരു കേക്ക് വാങ്ങിപ്പോയി. സോ എൻ്റെ വീട്ടിലൊരാൾ ഗിഫ്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ വാട്ട് വി ഡു ഈസ് വി ജസ്റ്റ് ഷെയർ ഇറ്റ്, ഈക്വലി ഷെയർ ചെയ്യും. ഇപ്പോൾ ഇന്ന് ഇവനിങ്ങനെ ഇത്ര പീസ് നമ്മൾ എന്ന് വെച്ചാൽ വീട്ടിൽ ഇത്രയും മെമ്പേഴ്സ് ഉണ്ട്, എനിക്കൊരു ബ്രദർ ഉണ്ട്, എനിക്കൊരു സിസ്റ്റർ ഉണ്ട്. സോ ഈക്വലായി ഡിവൈഡ് ചെയ്ത് ഷെയർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ദാറ്റ്സ് വാട്ട് വി ടോട്ട്. നമ്മുടെ അച്ഛനും അമ്മയും നമ്മൾ അങ്ങനെയാണ് പഠിപ്പിച്ചിരിക്കുന്നത്. സോ
അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. എന്ന് വെച്ചാൽ ഞാൻ കഴിക്കുന്നതിനൊപ്പം തന്നെ എൻ്റെ അനിയത്തി കഴിക്കണമെന്ന് ഞാൻ നോക്കണം. അങ്ങനെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഞാനെൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പോൾ ഷീ ജസ്റ്റ് കട്ട് ദ പീസസ്, ആ കേക്ക് കട്ട് ചെയ്തു, ഒറ്റയ്ക്ക് കഴിച്ചു, നമുക്ക് എല്ലാവർക്കും കൊടുത്ത്. അതൊരു ഷോക്കിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം അവിടെ 3-4 കുട്ടികൾ ഇനിയും ഉണ്ട്, അവർക്ക് ഷെയർ ചെയ്യണം എന്നൊരു തോന്നലില്ല. സോ ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് പഠിക്കുന്നതാണ്. ആ ഒരു റെസ്പോൺസിബിലിറ്റി, ആ ഒരു മറ്റൊരാളോടുള്ള റെസ്പോൺസിബിലിറ്റി. അല്ലെങ്കിൽ നമുക്കൊരു ഗ്രാൻഡ് മദർ ഉണ്ട് വീട്ടിലെന്ന് വിചാരിക്കാം. നമ്മൾ ആ ഗ്രാൻഡ് മദറിനെ നോക്കണം, കെയർ ചെയ്യണം എന്നൊക്കെ നമ്മുടെ അച്ഛനും അമ്മയും നമ്മളെ പഠിപ്പിക്കുന്നതാണ്. അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് ആരാ പഠിപ്പിക്കുന്നത്? നമ്മുടെ പാരൻസ് ആണ്. സോ ഇങ്ങനൊരു ഫീല് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങണമെന്നാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ്, വാല്യൂ ഡെവലപ്മെൻറ്റ് അറ്റ് ഹോം. The inculcation of values in a difficult task as it involves developing a sensitivity to values, ability to choose right values and internalize them. If you analyze the source of value inculcation, then you will find that it lies interactive behavior, either between parent or significant others, with an individual or between peers or individuals. The earliest conception about what is right and what is wrong, good or bad, is formed in terms of rules and expectation of elders, particularly the parents, referring to specific acts and situations. എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഏർലി ടൈമിൽ നമ്മൾ ചെറിയ കുട്ടികളാകുമ്പോൾ നമുക്ക് നല്ല കുസൃതികളും കുറുമ്പുകളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ അച്ഛനും അമ്മയും പറഞ്ഞത് അപ്പോൾ തന്നെ നമ്മൾ കേൾക്കണമെന്നില്ല. കേൾക്കൂ, ചില സമയത്ത് കേട്ടേക്കാം, നമ്മളത് കാണുന്നതാണ്. സോ പല രീതിയിലുള്ള റൂൾസും അതുപോലെ തന്നെ ടേംസും വെച്ചിട്ടായിരിക്കും അച്ഛനമ്മയും നമ്മളെ പല കാര്യങ്ങളും ചെയ്യിപ്പിക്കുന്നുണ്ടാവുക. ഇപ്പോൾ നുണ പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ഇന്ന് വൈകുന്നേരം ബിസ്ക്കറ്റിൽ നിന്ന് 1 കുറച്ചു. അല്ലെങ്കിൽ നിങ്ങൾ ലൂസിഫർ എന്ന് പറഞ്ഞ സീരീസ് കണ്ടിട്ടുണ്ടോ? അതിൽ എബ്യൂസീവ് വേർഡ്സ് യൂസ് ചെയ്യുവാണെങ്കിൽ നീ 10 രൂപ വെച്ചിട്ട് അല്ലെങ്കിൽ ഇത്ര കോയിൻ വെച്ചിട്ട് നീ നിനക്ക് തരുന്ന കോയിൻസിൽ നിന്ന് ബോക്സിലിട്ട് മാറ്റി വെക്കണം. അങ്ങനെയുള്ള പനിഷ്മെൻറ്റുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള റൂൾസ് കീപ്പ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ഇടയിൽ ആദ്യമായിട്ട് വാല്യൂസ് കൊണ്ടുവരാൻ നമ്മുടെ പാരൻസ് നോക്കിയിട്ടുണ്ടാവുക. നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റി ആണെങ്കിൽ നല്ല അടി കിട്ടിയിട്ടുണ്ടാവും ഇല്ലേ? ഇപ്പോൾ തെറ്റായിട്ട് ആരെങ്കിലും ഒരു ബാഡ് നെയിം വിളിക്കുവാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും മോശമായി സംസാരിക്കുകയാണെങ്കിൽ അടി കിട്ടിയിട്ടുണ്ടാവും. സോ ഇങ്ങനെയുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്? ഫാമിലിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. സോ പാരൻസ് ആർ ദ പ്രൈമറി സോഷ്യൽ ഏജൻറ്റ്സ് ഹു ട്രാൻസ്മിറ്റ് പേഴ്സണൽ ആൻഡ് സോഷ്യൽ വാല്യൂ ടു ദെയർ ചിൽഡ്രൻസ്. അല്ലേ, പാരൻസ് ആണ് പ്രൈമറി സോഷ്യൽ ഏജൻറ്റ്സ്. എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഏജൻസ് ആണ് എന്ത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? പേഴ്സണൽ ആൻഡ് സോഷ്യൽ വാല്യൂസ് കുട്ടികളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഏജൻസ് ആണ് പാരൻസ് എന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ് വരുന്നത് ബിഹേവിയർ ഇമ്പാക്റ്റ് ഓൺ വാല്യൂ ഡെവലപ്മെൻറ്റ്. സോ ബിഹേവിയർ വിച്ച് ക്യാൻ ഇമ്പാക്ട് ദ വാല്യൂസ് ഓഫ് എൻ ഇൻഡിവിജ്വൽ ക്യാൻ ബി ഇൻകൾക്കേറ്റഡ് ബൈ ഫോളോവിങ് പ്രോസസ്സ്. അപ്പോൾ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, നമ്മുടെ വാല്യൂ ഡെവലപ്മെൻറ്റിലൂടെ പല ബിഹേവിയർ വാല്യൂസിനെ ഇമ്പാക്റ്റ് ചെയ്യും. അപ്പോൾ അതെങ്ങനെയാണെന്ന് കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കാനുള്ള കുറച്ച് പ്രോസസ്സുകളാണ് ഇൻകൾക്കേറ്റഡ് എന്ന് പറഞ്ഞാൽ പ്രോസസ്സ് ഓഫ് ടീച്ചിങ്. എങ്ങനെ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതിൻ്റെ പ്രോസസ്സാണ്. അതിൽ കുറച്ച് പ്രോസസ്സ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഫസ്റ്റ് എന്താണ്? പാരൻസ് യൂസ് ഓഫ് ഇൻഡക്ഷൻ, expression of nurturance and support, demand and limit setting, modeling of socio-moral behavior and implementation of democratic open family discussion and conflict resolution style are positively related to the building blocks of morality. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, parents use of induction means initiating to something. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ according to Berkowitz and Grich, induction is considered as the single most powerful parental influence on children's moral development. കുട്ടിയുടെ മോറൽ ഡെവലപ്മെൻറ്റിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പവർഫുൾ ആയ ഒരു ഇൻഫ്ലുവൻസ് ആണ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഓരോ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത്, എന്ന് വെച്ചാൽ ഇൻഡക്ഷനിലൂടെ എക്സ്പ്ലനേഷൻ റീസണിങ്ങിലൂടെ കുട്ടിക്ക് ഒരു കാര്യം മനസ്സിലാക്കി കൊടുക്കുക, പാരൻ്റൽ സ്റ്റാൻഡേർഡ്സ് മനസ്സിലാക്കി കൊടുക്കുക എന്നാണ് പറയുന്നത്. ഇവിടെ പാരൻ്റൽ സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഒരു എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇപ്പോൾ നിങ്ങളോട് പറയാണ് മറ്റൊരാളെ അടിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യരുതെന്ന്. എന്തുകൊണ്ട് എന്നൊരു ചോദ്യം നമുക്കുള്ളിൽ വരും. ഈ കാര്യത്തിന് കൃത്യമായി എക്സ്പ്ലെയിൻ ചെയ്ത് റീസണിങ്ങിലൂടെ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നൊരു പ്രോസസ്സാണ് ഇൻഡക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ ഇന്ന കാര്യം ചെയ്താൽ അത് ഇന്ന കാര്യങ്ങൾ കൊണ്ട് തെറ്റാണ് എന്ന് കുട്ടിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. ഇതൊരു മേജർ ടൂളാണെന്നാണ് പറയുന്നത്. ഓക്കെ, it also involves
A request for the child to act accordingly and emphasizes consequences for the child's behavior. എന്ന് വെച്ചാൽ കുട്ടിയോട് പറയാണ് നീ ഇന്ന രീതിയിൽ ബിഹേവ് ചെയ്യണം, അല്ലാത്ത രീതിയിൽ ബിഹേവ് ചെയ്താൽ ഇത്ര കോൺസിക്വൻസസ് അതിനെ ഉണ്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതാണ് ഈ ഇൻഡക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വി ടീച്ച് ഡയറക്ട്ലി ബൈ ടെല്ലിംഗ് വി നീഡ് നോട്ട് ഓൺലി പ്രാക്ടീസ് വാട്ട് വി പ്രീച്ച് ബട്ട് വി ഓൾസോ നീഡ് ടു പ്രീച്ച് വാട്ട് വി പ്രാക്ടീസ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യങ്ങൾ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് മനസ്സിലാക്കുക. എന്നുവെച്ചാൽ നമ്മളായൊരു മോഡലാക്കിയിട്ട് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുകയും വേണമെന്നാണ് പറയുന്നത്. ഇറ്റ് ഓൾസോ സ്പേഴ്സ് ചിൽഡ്രൻസ് പെർസ്പെക്റ്റീവ് ടേക്കിംഗ് എബിലിറ്റീസ് ബൈ ഫോക്കസിങ് ഓൺ ഹൗ അതേഴ്സ് മൈറ്റ് ഫീൽ ഓർ തിങ്ക് ഇൻ എ ഗിവൺ സിറ്റുവേഷൻ. ഇതൊപ്പം എന്താണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം, ഇന്ന സിറ്റുവേഷനിൽ മറ്റുള്ളവർ എങ്ങനെ ഫീൽ ചെയ്യുന്നു, അതുകൊണ്ട് എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവുന്നു എന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് വേണം അത് മനസ്സിലാക്കാൻ എന്നാണ് പറയുന്നത്. വെൻ ചിൽഡ്രൻ ഡിസോബേ പാരൻസ് ഹാവ് ദ ഓപ്പർച്യൂണിറ്റി ടു ടീച്ച് ദെയർ ചിൽഡ്രൻ അബൌട്ട് വാട്ട് ഈസ് റൈറ്റ് ആൻഡ് wrong. അല്ലേ, ഒരു കുട്ടി അത് സമ്മതിക്കുന്നില്ല, അനുസരിക്കുന്നില്ലെങ്കിൽ പാരൻസിന് തന്നെയാണ് അവകാശം. എന്താണ് റൈറ്റ് എന്താണ് റോങ് എന്ന് ടീച്ച് ചെയ്യാനുള്ള അവകാശം പാരൻസിന് തന്നെയാണ്. ആൻഡ് മോർ ഇമ്പോർട്ടൻ്റ്ലി വൈ സർട്ടൻ ബിഹേവിയേഴ്സ് ആർ പ്രിഫറബിൾ ടു അതർ ബിഹേവിയർ. മറ്റുള്ള ബിഹേവിയർ അല്ലാതെ ചില ബിഹേവിയേഴ്സ് തന്നെയാണ് പ്രിഫറബിൾ എന്ന് പറഞ്ഞു കൊടുക്കാൻ, എന്തുകൊണ്ട് അത് ചെയ്യണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കാനുള്ള അവകാശം ആർക്കാണ്? പാരൻസിന് തന്നെയാണ് ഉള്ളത്. ഓക്കെ, സോ ദാറ്റ്സ് എ തിങ്, ദാറ്റ് ഈസ് ഇൻഡക്ഷൻ. ബാക്കി ഭാഗം ഒന്ന് വായിച്ചു വിട്ടാൽ മതി. നെക്സ്റ്റ് വരുന്നത് ബൈ പ്രൊവൈഡിങ് നർച്ചറിങ് ആൻഡ് സപ്പോർട്ട്. ഇപ്പോൾ വാല്യൂ ഡെവലപ്മെൻറ്റിൻ്റെ അനദർ എലമെൻ്റ് ആണ് ഹോം എന്ന് നമ്മൾ പറഞ്ഞു. പാരൻറ്റിങ് സ്റ്റൈല്, വീട്ടിലുള്ള പാരൻറ്റിങ് സ്റ്റൈല് എന്താണ്, വാല്യൂ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ളതായിരിക്കണമെന്നും നമ്മൾ പറഞ്ഞു. 3 ടൈപ്പുള്ള പാരൻറ്റിങ് സ്റ്റൈലുണ്ട്. ഫസ്റ്റ് വൺ ഓട്ടോക്രാറ്റിക്, സെക്കൻഡ് വൺ അതോറിറ്റേറ്റീവ്, തേർഡ് വൺ പെർമിസീവ്. ഇതിൽ അതോറിറ്റേറ്റീവ് പാരൻസ് എന്ന് വെച്ചാൽ കുറച്ചും കൂടി ഇഷ്യൂസിനെ മോറലൈസ് ചെയ്ത് കൊണ്ടുവരുന്ന ആൾക്കാരാണ്. പെർമിസീവ് പാരൻസ് എന്ന് വെച്ചാൽ കുറച്ചും കൂടി ബ്രോഡായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കും. സോ ഇങ്ങനെയുണ്ട്. ഇതിൽ ഏറ്റവും നല്ലത് അതോറിറ്റേറ്റീവ് ആണെന്നാണ് പറയുന്നത്. അക്കോർഡിംഗ് ടു ബൗംറിൻഡ് ആണ് പറയുന്നത് അതോറിറ്റീവ് ആയിട്ടുള്ള ഒന്നാണ് നല്ലത്. ബിക്കോസ് മാൽ അഡാപ്റ്റീവ് മോറൽ ഇമോഷണൽ പാറ്റേൺസ് ആർ പ്രിവെൻറ്റഡ് ഇൻ ദ അതോറിറ്റേറ്റീവ് ടൈപ്പ് ഓഫ് ഫാമിലി. എന്ന് വെച്ചാൽ അതോറിറ്റേറ്റീവ് ടൈപ്പ് ഓഫ് ഫാമിലിയിൽ മാൽ അഡാപ്റ്റീവ് ആയിട്ടുള്ള മോറൽ ആയിട്ടുള്ള ഇമോഷണൽ പാറ്റേൺസ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യും. സോ ദാറ്റ്സ് മോർ ഗുഡ് എന്നാണ് ആര് പറയുന്നത്? ബൗംറിൻഡ് പറയുന്നത്. എന്ന് വെച്ചാൽ കുറച്ച് വാമായിട്ടുള്ള റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു ഫാമിലി എൻവയോൺമെൻറ്റ് കുട്ടിക്ക് വേണം. കുറച്ച് എഫെക്ഷൻ, ലവ് ഒക്കെ കൊടുക്കുന്ന, കേൾക്കുന്ന ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ ആയിരിക്കണം എന്നാണ് പറഞ്ഞു വരുന്നത്. നെക്സ്റ്റ് ത്രൂ മോഡലിംഗ്. അതുപോലെ മറ്റൊരു കാര്യം നമ്മൾ പറഞ്ഞിരുന്നു, മോഡലിംഗ്. നമ്മളിതിൽ പീരീഡ്സ് നോക്കിയപ്പോൾ മോഡലിംഗ് പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമിറ്റേറ്റിംഗ് ആണ്. ഗ്രാൻഡ് പാരൻസ് അല്ലെങ്കിൽ പാരൻസിനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന കാലഘട്ടമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാലഘട്ടത്തിൽ എന്താണ്, നമ്മൾ അതിൻ്റെ ഒരു എക്സാമ്പിളായി മാറണം. നമ്മളുടെ ഇൻട്രാക്ഷൻസ് ഒക്കെ അവർ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാവും. കുട്ടികളുടെ ഒരു പ്രത്യേകതയാണ്, നമ്മൾ എന്തൊക്കെ ചെയ്യുന്നോ അതൊക്കെ ചെയ്യാൻ തുടങ്ങും. റീസെൻ്റ്ലി ഐ സോ എ വീഡിയോ ഇൻ ഇൻസ്റ്റാഗ്രാം. എന്താണ്, കുട്ടിയുടെ പാമ്പേഴ്സ്, കൊച്ചുകുട്ടിയാണ്, പാമ്പേഴ്സ് എടുത്തിട്ട് അച്ഛൻ എന്നും വേസ്റ്റ് ബാസ്ക്കറ്റിലിടുന്നത് കുട്ടി നോക്കി നിന്ന് കാണുകയാണ്. തേർഡ് ഡേ ആ കുട്ടി ആ പാമ്പേഴ്സ് എടുത്തിട്ട് വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഒറ്റയ്ക്ക് കൊണ്ടുപോയി ഇടുകയാണ്. സോ അവർ നമ്മളെ നോക്കിക്കണ്ട് പഠിക്കുന്നതാണ് ഓരോ കാര്യങ്ങളും. ഇപ്പോൾ അച്ഛൻ എന്തൊക്കെ കാര്യങ്ങൾ കിച്ചണിൽ ചെയ്യുന്നു, അമ്മ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നൊക്കെ ചെറുപ്പം തൊട്ടേ പഠിക്കുന്നതാണ്. സോ വി നീഡ് ടു ബി എ മോഡൽ ഫോർ ദം, വി നീഡ് ടു ബി എൻ എക്സാമ്പിൾ ഫോർ ദം. നമ്മളൊരു എക്സാമ്പിളായി മാറണം അവർക്ക് വേണ്ടി എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ത്രൂ ഡെമോക്രാറ്റിക് ഫാമിലി ഡിസിഷൻ മേക്കിംഗ്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറയുന്നത് കേട്ടിട്ട്, ഞാൻ എൻ്റെ സങ്കടങ്ങളും വിഷമങ്ങളും ഒന്നും എൻ്റെ കുട്ടികളെ അറിയിക്കാതെയാണ് വളർത്തിയതെന്ന്. ദാറ്റ്സ് നോട്ട് ഫെയർ എന്ന് പറയുന്നതാണ് എൻ്റെ ഒപ്പീനിയൻ. ബിക്കോസ് കുട്ടികൾ അറിയണം വിഷമങ്ങൾ, അതിലൊരു ഡിസിഷൻ എടുക്കാനുള്ള ക്യാപ്പബിലിറ്റി കുട്ടികൾക്കും ഉണ്ടാകണം. ഞാനൊക്കെ ചെറുപ്പം തൊട്ട് തന്നെ എൻ്റെ അച്ഛനും അമ്മയുടെയും ബാങ്ക് ബാലൻസിൻ്റെ കണക്കും ഫിനാൻഷ്യൽ ഇഷ്യൂസിൻ്റെ കണക്കും അതിലെങ്ങനെ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഒരു ഡിസിഷൻ എടുക്കാമെന്ന് വീട്ടുകാരുടെ കൂടെ ഇരുന്ന് ഡിസ്കസ് ചെയ്തൊരു വ്യക്തിയാണ്. സോ ലൈക്ക് ദാറ്റ് കുട്ടികളെ അതുപോലെ ക്യാപ്പബിൾ ആക്കണം. ഒരു ഡിസിഷൻ, ഇപ്പോൾ ഒരു വീട്ടിലേക്കൊരു ഈവൺ ഒരു സോഫ വാങ്ങുകയാണെങ്കിൽ പോലും നിനക്ക് ഈ സോഫ ഓക്കെ ആണോടാ എന്ന് കുട്ടികളോട് ചോദിച്ച് അവരെയും കൂടെ ഇരുത്തി, എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ വാട്ട് ആർ ദ തിങ്സ് വി ഡു,
ഇപ്പോൾ കുട്ടികൾ പറഞ്ഞ സാധനം തന്നെ നമുക്ക് വാങ്ങിക്കൊടുക്കാൻ ചിലപ്പോൾ സാധിച്ചു എന്ന് വരില്ല. പക്ഷെ അപ്പോൾ പറഞ്ഞ സാധനം കൊടുക്കാതിരിക്കാനുള്ള കാരണവും അവരെ അറിയിച്ച് കറക്റ്റായിട്ട് കൊണ്ടുപോകണമെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ദിസ് അപ്രോച്ച് റിക്വയർസ് പാരൻസ് ടു റെസ്പെക്ട് ചിൽഡ്രൻ ബൈ കൺസിഡറിങ് ദെയർ പോയിന്റ് ഓഫ് വ്യൂ അല്ലേ. ഈ ഒരു അപ്രോച്ചിൽ പാരൻസ് എന്ത് റെസ്പെക്റ്റ് ചെയ്യണം? കുട്ടികളുടെ പോയിന്റ് ഓഫ് വ്യൂ കൂടി റെസ്പെക്റ്റ് ചെയ്യണം. എന്തൊക്കെയാണ് ആ ഒരു കാര്യങ്ങൾ എന്തൊക്കെയാണ് നോക്കേണ്ടതെന്നാണ്. ടീച്ചേഴ്സ് ദ ചൈൽഡ് ടു തിങ്ക് ഓഫ് അതേഴ്സ് നീഡ് ആസ് വെൽ ആസ് ദെയർ ഓൺ അല്ലേ. എൻ്റെ കാര്യം മാത്രമല്ല മറ്റുള്ളവരുടെ കാര്യം കൂടി നോക്കണമെന്ന് കുട്ടികളെ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കിപ്പിക്കാൻ ഇതിൽ സാധിക്കും. പ്രൊവൈഡ് നെസസറി പ്രാക്ടീസ് ഇൻ സ്കിൽസ് ഓഫ് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ വിച്ച് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ബെറ്റർ ഹ്യൂമൻ റിലേഷൻഷിപ്പ്. ഹ്യൂമൻ റിലേഷൻഷിപ്പിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് കോൺഫ്ലിക്റ്റുകൾ ഇല്ലാതാക്കാനുള്ള സ്കില്ല്. അത് പ്രാക്ടീസ് ചെയ്യാൻ കുട്ടികൾക്ക് ഇതിലൂടെ സാധിക്കണം. ഹെൽപ്സ് ഇൻ അച്ചീവിങ് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്. കറക്റ്റായിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് മനസ്സിലാക്കാൻ കുട്ടികളെ ഹെൽപ്പ് ചെയ്യണം. പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണം. അതാണ് ഞാനൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞത്. ഈവൺ ഒരു സോഫ മേടിക്കുകയാണെങ്കിൽ പോലും ഗ്രാൻഡ് പാരൻസ് ഉണ്ടെന്ന് നോക്കണം. ഒക്കെ നോക്കി അവർക്ക് കംഫർട്ടബിൾ ആണോ എന്നുള്ളതൊക്കെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കുട്ടികളിൽ നിന്നും ഡിസിഷൻ എടുത്ത് ചെയ്യിപ്പിക്കാൻ സാധിക്കണം. ബൈ ഹെൽപ്പിംഗ് ചിൽഡ്രൻ ഡെവലപ്പ് ഗുഡ് റീഡിങ് ഹാബിറ്റ്സ്. ഒരു പ്രായം വരെ ഞാനൊക്കെ ചിന്തിച്ചിട്ടുണ്ട്, എന്താണ് എനിക്ക് ബുക്സ് ഒന്നും ചെറുപ്പത്തിൽ എന്തുകൊണ്ടാണ് എൻ്റെ പാരൻസ് കൊണ്ടുതരാതിരുന്നത്? ബിക്കോസ് ദേ ഡോണ്ട് ഹാവ് ദാറ്റ് മച്ച് എഡ്യൂക്കേഷൻ. അതാണ് കാര്യം. അതുകൊണ്ടാണ് അവർ ആ ഒരു ഹാബിറ്റ് എനിക്ക് കൊണ്ടുതരാൻ പറ്റാതിരുന്നത്. ബട്ട് ഐ ഡിഡ് ഇറ്റ് ടു മൈ സിസ്റ്റർ. എൻ്റെ അനിയത്തിക്ക് ഞാനത് കറക്റ്റായിട്ട് റീഡിങ് ഹാബിറ്റ്സ് കൊണ്ടുവന്ന് നോക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ലൈക്ക് ദാറ്റ് കുട്ടികളുടെ ഇടയിലേക്ക് റീഡിങ് ഹാബിറ്റ്സ് കൊണ്ടുവരാൻ സാധിക്കണം. ത്രൂ സിഗ്നിഫിക്കൻറ്റ് ഐഡൻറ്റിഫിക്കേഷൻ. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു പ്രോസസ്സാണ്. ഐഡൻറ്റിഫിക്കേഷൻ ഈസ് എ പ്രോസസ് ദാറ്റ് ലീഡ്സ് ആൻ ഇൻഡിവിജ്വൽ ടു തിങ്ക്, ഫീൽ ആൻഡ് ബിഹേവ് ആസ് ദോ he or she possessed the characteristics of the significant other person, called the model of identification. In fact, identification is the basis of process through which children learn moral standards and behavior. Children constantly want to feel similar to their parents അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ നമ്മുടെ പാരൻസിനെ പോലെ ആവണമെന്ന് നമ്മളെപ്പോഴും ചിന്തിക്കും. This identification with a strong parent may be an important source of security for a younger child. അപ്പോൾ പാരൻറ്റുമായിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള എന്ന് വെച്ചാൽ അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു പാരൻ്റ് ആവണം. അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളത് എന്താണ്? യങ് ചൈൽഡിൻ്റെ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ആണെന്നാണ് പറയുന്നത്. സെക്യൂരിറ്റിയുടെ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ആണെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ തൻ്റെ കുട്ടിക്ക് ഇന്ന ക്യാരക്ടർ വരണം എന്ന് നമ്മുടെ പാരൻസ് ചിന്തിക്കും അല്ലേ. ഇന്ന ക്യാരക്ടറിൽ കുട്ടി ഫിറ്റ് ആവണമെന്ന് ചിന്തിക്കും. അപ്പോൾ ആ ഒരു ക്യാരക്ടറിലേക്ക് അവരെ എത്തിക്കാൻ വേണ്ടി നമ്മൾ പല മെത്തേഡ്സ് സ്വീകരിക്കും. അപ്പോൾ ഈ ഒരു മെത്തേഡ്സ് സ്വീകരിക്കുമ്പോൾ ഒരു പാരൻ്റൽ വാംത്തും കുട്ടിക്ക് കൊടുക്കണം. ലവ് ആൻഡ് അഫെക്ഷൻ കൊടുത്തോണ്ട് കൂടി തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പഠിപ്പിക്കണം. ഇന്ന കാര്യങ്ങളാണ് എന്നുള്ളത് പഠിപ്പിക്കണം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ ഈ പാരൻറ്റിൻ്റെ ലവും വാംത്തും ഒന്നും കിട്ടിയില്ലെങ്കിൽ അവൻ ആരായി മാറാം? ഒരു മോശം ക്യാരക്ടറിലേക്ക് മാറാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ആ ഒരു സെക്ഷൻ നമ്മൾ തീർത്തു. നെക്സ്റ്റ് വരുന്നത് റോൾ ഓഫ് നൈബർഹുഡ് ആൻഡ് പിയേഴ്സ്. പിയേഴ്സ് എന്താ? സെയിം ഏജ് ഗ്രൂപ്പ്. നൈബർഹുഡ് നമുക്ക് ചുറ്റുമുള്ള വീടുകൾ, നമ്മുടെ അയൽവാസികളെയൊക്കെയാണ് നമ്മൾ നൈബർഹുഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കുട്ടി ജനിക്കുന്നത് ഒരു ഫാമിലിയിലാവുന്നതിനൊപ്പം തന്നെ കുട്ടി തൻ്റെ നൈബർഹുഡിൻ്റെയും ഭാഗമാണ്. കുറച്ചും കൂടി വളർന്ന കുറച്ച് ഫ്രണ്ട്സായി. അപ്പോൾ ആ ഒരു പിയേഴ്സിൻ്റെ ഇടയിലും കുട്ടികൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വാല്യൂ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ വാല്യൂ എഡ്യൂക്കേഷൻ എന്തിലൂടെയും ഉണ്ട്? നൈബർഹുഡ് അതുപോലെ പിയേഴ്സിൽ നിന്നും നേടി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഇൻട്രോ ആണ് ഇവിടെ കൊടുക്കുന്നത്. ബാക്കി നെക്സ്റ്റ് ചാപ്റ്റേഴ്സിലാണ് നിങ്ങൾക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ എന്താ നോക്കാം. ഒരു പ്രായം എത്തിക്കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ഒരു കുട്ടി വളർന്ന ഒരു 7, 8 ഒക്കെ ആകുമ്പോൾ എന്താണ്, ദേ ബിഗിൻ ടു ലുക്ക് ഔട്ട്സൈഡ് ദെയർ ഹോം. അവരുടെ വീടിന് പുറത്തേക്ക് അവർ നോക്കാൻ തുടങ്ങും. അവരുടെ നെയ്ബർഹുഡിലുള്ള ആൾക്കാർ, അതുപോലെ അവർക്ക് കളിക്കുന്ന കമ്പാനിയൻസ്, അവരുടെ മെൻ്റൽ തോട്ട്സുകൾ, ഇതൊക്കെ കുട്ടികൾ നോക്കാൻ തുടങ്ങും. അപ്പോൾ ഈ സമയത്ത് നൈബർഹുഡും കുറച്ച് ക്ലിയർ ആയിരിക്കണം. അതുപോലെ തന്നെ ഒപ്പം പഠിക്കുന്ന അല്ലെങ്കിൽ ഒപ്പം കളിച്ച് വളരുന്ന കുട്ടികളുടെ ബിഹേവിയറും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ,
It is seen that generally the tradition, custom, norms of relationship and the interpersonal relation which are prevalent in the community significantly influence the various practices and the interaction pattern between parent and children at home. Therefore, the physical, psychosocial, cultural characteristics of the community contexts in which the child is growing has a major influence on the value development of the child at home. അപ്പോൾ എന്താ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് പറയുന്നത്. എന്താണ്? ഫിസിക്കൽ, സൈക്കോസോഷ്യൽ, അതുപോലെ കൾച്ചറൽ ക്യാരക്ടറിസ്റ്റിക്സ്, കമ്മ്യൂണിറ്റിയുടെ കൾച്ചറൽ ക്യാരക്ടറിസ്റ്റിക്സിനെ ഒരു കുട്ടിയുടെ ഗ്രോത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ പങ്കുണ്ടെന്നാണ് പറയുന്നത്. ആസ് കമ്പയർഡ് ടു ദ സ്കൂൾസ് ആൻഡ് നോൺ ഫോമൽ എഡ്യൂക്കേഷണൽ പ്രോഗ്രാം ദ നൈബർഹുഡ് ഈസ് മച്ച് ലെസ് സ്ട്രക്ചേർഡ്. എന്താണ്? ഇപ്പോൾ സ്കൂൾസ് പോലെ അല്ലെങ്കിൽ എന്താണ് നോൺ ഫോമൽ എഡ്യൂക്കേഷണൽ പോലെയൊക്കെ ഉള്ളൊരു സ്ഥലം പോലെയല്ല നൈബർഹുഡ്. എന്താണ്? അതൊന്നും കൂടി ഫോമൽ എഡ്യൂക്കേഷൻ കൊടുക്കുന്ന സ്ഥലം പോലെയല്ല നൈബർഹുഡ്. അതെന്താണ്? കുറച്ചും കൂടി ലെസ് സ്ട്രക്ചേർഡ് ആയിട്ടാണ് വരിക. എന്ന് വെച്ചാൽ ഫാമിലി പോലെയല്ല. അതെന്താണ്? പബ്ലിക്കാണ്. അതുപോലെ ഈ പബ്ലിക്കിൽ നിന്നാണ് കുട്ടികൾ സോഷ്യൽ ഡെവലപ്മെൻറ്റ് ആർജിച്ചെടുക്കുന്നത്. ഓക്കെ, സോ ദാറ്റ് മച്ച് ഇൻഫ്ലുവൻസ് എന്തിനുണ്ട്? നൈബർഹുഡിനുണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി ദ പിയർ ഗ്രൂപ്പ് എന്നുള്ളതിനെക്കുറിച്ച് ഹാവി ഗേസ്റ്റ് എന്ന് പറഞ്ഞ വ്യക്തി പറഞ്ഞത് എന്താ വെച്ചാൽ ഈസ് എൻ അഗ്രിഗേഷൻ ഓഫ് പീപ്പിൾ ഓഫ് അപ്രോക്സിമേറ്റ്ലി സെയിം ഏജ് ഹു ഫീൽ ആൻഡ് ആക്ട് ടുഗദർ. അല്ലേ, ഒരുമിച്ച് ഫീൽ ചെയ്യുന്ന, ഒരുമിച്ച് ആക്ട് ചെയ്യുന്ന ആ ഒരു സെയിം ഏജ് ഗ്രൂപ്പിനെയാണ് പിയർ ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. ഇവിടുന്ന് ആണ് കുട്ടികൾ എന്താണ് അവരുടെ ഈഗോ സെൻട്രിക് ആയ ഇൻട്രസ്റ്റുകളെ റീഡയറക്റ്റ് ചെയ്യാൻ പഠിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ ഒരു പിയർ ഗ്രൂപ്പിലൂടെയാണ് പിയർ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവുന്നത്, ആർഗ്യുമെൻറ്റ്സ് ഉണ്ടാവുന്നത്. അതിൽ നിന്ന് ഒരു പോയിന്റ് ഓഫ് വ്യൂവിലേക്ക് എത്തുന്നത്, റെസൊല്യൂഷൻ എടുക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തിൽ നിന്നാണ്? ഈ ഒരു പിയർ ഗ്രൂപ്പിൽ നിന്നാണ് എന്താണ് കുട്ടിക്ക് എത്തുന്നത്. അപ്പോൾ പിയർ ഇൻട്രാക്ഷൻ എന്താണ്? ഒരു നെസസറി ഫാക്ടറാണ് ഒരു റോൾ ടേക്കിംഗ് സ്കില്ലിലേക്ക് കുട്ടിക്ക് എത്താനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു പാർട്ട് എന്തിനുണ്ട്? പിയർ ഗ്രൂപ്പിനുണ്ടെന്ന് മനസ്സിലാക്കുക. പിയർ റിലേഷൻഷിപ്പ് അൺഡൗട്ടഡ്ലി പ്ലേ എ മീനിങ്ഫുൾ പാർട്ട് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് സോഷ്യൽ വാല്യൂസ് ഇൻ ചിൽഡ്രൻ. എ ചൈൽഡ് വിത്ത് ഗുഡ് സോഷ്യൽ വാല്യൂ is likely to be popular among the peers due to having higher social competence in several areas like leadership, ability to get along with others. Like ഒരു ഗ്രൂപ്പിൽ ഒരു ടീമിൽ എപ്പോഴും ഒരു ലീഡറിനെ നിങ്ങൾ മനസ്സിലാക്കും അല്ലേ. അപ്പോൾ ഹയർ എബിലിറ്റിയുള്ള കുട്ടികൾ എപ്പോഴും അവിടെ ലീഡറായി മാറാനും സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്കില്ലുകളും പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇൻഡിവിജ്വൽ ഹു ഗെറ്റ് മോർ ഓപ്പർച്യൂണിറ്റി ടു ടേക്ക് അപ്പ് സോഷ്യൽ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് സൊസൈറ്റിയുമായിട്ട് ഒരു ബന്ധവുമില്ല, പക്ഷെ നമ്മളൊരു സമൂഹത്തിൻ്റെ ഭാഗമാണെന്ന് കരുതി ഇങ്ങനെ ജീവിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഡെവലപ്മെൻറ്റ് ഉണ്ടാവും? ഇല്ല. സമൂഹത്തിൻ്റെ ഭാഗമായി മാറി പല രീതിയിലുള്ള ആക്ടിവിറ്റീസ്, പല രീതിയിലുള്ള വർക്ക്, കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസ് അങ്ങനെയുള്ളതിലേക്ക് നമ്മൾ പോയാലാണ് എന്താണ് ഒരുപാട് ഡെവലപ്മെൻറ്റ് നമ്മുടെ ഇൻഡിവിജ്വാലിറ്റിക്ക് ഉണ്ടാവുകയുള്ളൂ എന്നാണ് പറയുന്നത്. അക്കോർഡിംഗ് ടു പയജറ്റ് സ്പെല്ലിങ് പറഞ്ഞുതരാം, PIAGET. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ according to him, an individual gains a better understanding of fairness and justice after having constant interaction with the fellow beings. നമുക്ക് ചുറ്റുമുള്ള ഫെല്ലോസിൻ്റെ കൂടെ സംസാരിച്ചും അതുപോലെ ആ ഒരു ഇൻട്രാക്ഷൻ കമ്മ്യൂണിക്കേഷനിലൂടെയാണ് കറക്റ്റ് ആയിട്ടുള്ള ജസ്റ്റിസ് എവിടെയാണ്, എങ്ങനെയാണ് കറക്റ്റ് ഒരു ജഡ്ജ്മെൻറ്റ് നടത്തേണ്ടതെന്നൊക്കെ മനസ്സിലാക്കുന്നതെന്നാണ് പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പം നമ്മുടെ വീട്ടിലെ ഒരു മതത്തിന് നമ്മൾ തള്ളി പറയുകയാണെന്ന് വിചാരിക്കുക. നമ്മൾ വളർന്നു വരുന്ന സാഹചര്യത്തിൽ എന്താണ് നമ്മുടെ അച്ഛനമ്മയും പറയുന്നതാണല്ലോ നമ്മൾ കൂടുതൽ എടുക്കുക. സോ സംഹൗ നമ്മുടെ ഉള്ളിൽ പറയുകയാണ് ഇന്ന മതം ശരിയല്ല. അങ്ങനെ നമ്മൾ ലൈഫ് ലോങ് ജീവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ സംഭവം പ്രോബ്ലം ആവും. പക്ഷേ അതേസമയം നമ്മൾ കുറച്ച് വളർന്ന് നമുക്കൊരു ഫ്രണ്ടിനെ കിട്ടുവാണ് ആ മതത്തിൽ നിന്ന് വിചാരിക്കാം. വി സ്റ്റാർട്ട് ടു ഇൻട്രാക്ട്. അതിൽ നിന്നാണ് നമ്മൾ കറക്റ്റ് ആ ഒരു ജഡ്ജ്മെൻറ്റിലേക്ക് എത്തുന്നുണ്ടാവുക. സോ ദീസ് കൈൻഡ് ഓഫ് ഇൻട്രാക്ഷൻ വിത്ത് പിയേഴ്സ് ഈസ് നെസസറി എന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള ഇൻട്രാക്ഷൻസ് നെസസറി ആണെന്നാണ് പറയുന്നത്. അപ്പോൾ പിയേഴ്സിനോടുള്ള ഇൻട്രാക്ഷൻ പല രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് നൽകുന്നു എന്നാണ് പറയുന്നത്. നമ്മുടെ സ്വന്തം മോറൽ വാല്യൂസിനെ കുറിച്ച് മനസ്സിലാക്കാനും അതുപോലെ പബ്ലിക്കിൽ നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യണം, എങ്ങനെയാണ് ജസ്റ്റിസ് ഉണ്ടാവുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പിയർ ഇൻട്രാക്ഷൻ ഈസ് നെസസറി എന്നാണ് പറയുന്നത്. ഈ ഒരു പാർട്ടിൻ്റെ ഷോർട്ട് ഇൻട്രോ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ബാക്കി യൂണിറ്റ്സുകളിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം. സോ ഐ ഹോപ്പ് യു ഗോട്ട് എൻ ഐഡിയ.
അതുപോലെ നെക്സ്റ്റ് ക്ലാസ്സുകൾ നന്നായി വൃത്തിക്ക് കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നിങ്ങൾ ഈ ഒരു ബ്ലോക്കിൻ്റെ ടൈറ്റിൽ എടുത്ത് നോക്കിയാൽ അറിയാം, സോഷ്യൽ ലിങ്കേജസ് എന്നാണ്. നമ്മൾ എത്രത്തോളം എവിടെയൊക്കെ കണക്റ്റഡ് ആവുന്നു, ആ കണക്ഷനിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കിട്ടുന്നു എന്നുള്ളതാണ് ഈ ഒരു മൊത്ത ബ്ലോക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. So I hope you got an idea about the content related to social institutions and family and neighborhood. എങ്ങനെയാണ് ഈ ഫാമിലിയും നെയ്ബർഹുഡും ഒക്കെ വാല്യൂ ഡെവലപ്മെൻറ്റിന് സഹായിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി. If you have any doubt, you can ask me. That's all about today. Thank you.